ചേച്ചി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം, അപ്പൊ തന്നെ പൊട്ടിച്ചു വെക്കും, വെറുതെ നാണം കിട്ടുമോ? അതെ. നീ ശരിക്കും ആലോചിച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തത്? അതെ, ആണോ? എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുക ഞാനിപ്പോ ചെയ്യുന്നത്. ഭയങ്കര തെറ്റായി പോയി. ആ വഴി പോവാം, വേഗം വാ. നമ്മൾ ഇവളെ കൊണ്ടുപോകണം, ഇവള് നമ്മളെ കൊണ്ടുപോകണം. ഞാൻ വണ്ടി എടുത്ത് പുറത്തേക്ക് വരാം, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും. നിങ്ങൾ തൊഴിയോ? വാ, സൂക്ഷിച്ച് വാ വാ. നേരെ പൊക്കോ. അഥവാ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നടക്കാറിങ്ങിന്ന് പറഞ്ഞാൽ മാറ്റാം. അല്ല, നമുക്ക് നാളെ പള്ളിയിൽ കാണണം, എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഓക്കെ വന്നേ. എന്നാടി? എനിക്കെന്തോ ഒരു പന്തികേട് പോലെ. എന്താ? അന്നേ കാണുന്നില്ലെന്നോ? അയ്യോ, ഒച്ച വെക്കാതെ. ഏയ്, പ്രശ്നമൊന്നുമില്ല. നീ ആ ഫോണിൽ ഞാൻ സ്വിച്ച് ഓഫ് ആണല്ലോ. ഒന്നുകൂടി വിളിച്ചു നോക്ക്. ഈ വീട് മുഴുവൻ ഞാൻ നോക്കി, അന്നെ ഇവിടെ ഒന്നുമില്ല. നമുക്ക് വേഗം പോലീസിൽ അറിയിക്കാം. അയ്യോ അച്ഛയ, ഇനി എന്നെ ചെയ്യാ? ചതിച്ചോ? എന്നെ പോകുന്ന വഴിക്ക് വീടിന്റെ അവിടെ ആക്കണേ. ഇറക്കാം. പ്രണയ നിമിഷങ്ങളിൽ ഇറ്റ്സ് മീ ബിജു. ഈ കാത്തന നിമിഷങ്ങളിൽ പ്രിയെ നിന്നെ ഞാൻ ഓർത്തു പോവുകയാണ്. രാത്രിയുടെ ഈ സുന്ദരയാമങ്ങളിൽ സംഗീതം എന്നെ മതോന്മത്തനാക്കുന്നു. ഉന്മാദ നിമിഷങ്ങളിൽ പ്രണയഭരിതമാക്കുവാൻ. ഇതിനെത്ര വില? നീ ഫിലിപ്പച്ചായനോട് വിളിച്ചു പറ, ആൾക്കാരുമായിട്ട് കോളേജ് ജംഗ്ഷനിലോട്ട് വരാം. ഗോപചായ, ആദ്യം നമുക്കൊന്ന് സംസാരിക്കാം, എന്നിട്ട് മതി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? കൂടാൻ പോയതാ, കഴിക്കേണ്ടി വന്നു. ഇത് എന്റെ ഭാര്യ പ്രിയ. എന്താ ഇത് അന്ന. എന്താ മാധവ്, എന്താ കാര്യം? എല്ലാം കൈവിട്ടു പോയി. എനിക്കൊന്നും മനസ്സിലാവണില്ല. അതൊക്കെ പറയാം, അത് ഞങ്ങൾ നകത്ത് കയറട്ടെ. ചേരിപ്പൊക്കെ ഒന്ന് പുറത്തിടണേ. വിചാരിക്കല്ലേ, കുറച്ച് വൃത്തി കൂടുതലാണെന്ന് വരും. What have you done, Madhav? It's so unfair. ഇനി എന്താ ഉണ്ടാവാൻ പോണേന്ന് അറിയോ? കുട്ടി ഉണ്ടാവും. അല്ലെ, കുട്ടി നന്നായി ആലോചിച്ചിട്ടാണ് നമ്മളുടെ ഒപ്പം വന്നിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ വിഷയമില്ല, നമുക്ക് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യുമെന്നാ പറയുന്നേ? എങ്ങനെ സോൾവ് ചെയ്യും? ഞങ്ങൾ വേണമെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ എന്റെ റൂമിലേക്കോ പോവായിരുന്നു അല്ലേ? ജെറി, ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോണ്ടല്ല ഞാൻ ഈ പറയുന്നേ, ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയാ. അതിന് ടെൻഷൻ ആവണ്ട. നമുക്ക് പോലീസിലൊന്ന് ഇൻഫോം ചെയ്താലോ? പോലീസിനൊക്കെ അവർ അറിയിച്ചിട്ടുണ്ടോ? ആ ഫോണും തന്നെ. ഹലോ, ഞാൻ അന്നയാ. മനസ്സിലായി. യാത്രയൊക്കെ സുഖമായിരുന്നോ? ബുദ്ധിമുട്ടൊന്നും കൂടാതെ എത്തേണ്ടടുത്ത് എത്തിയല്ലോ അല്ലേ? കൊച്ചു ഒളിമ്പിക്സിന് പോണം കേട്ടോ. ഹൈ ജമ്പിനാണ് ഇന്ത്യക്കൊരു മെഡൽ ഉറപ്പാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ഞാൻ ചെയ്തത് തെറ്റാന്നറിയാം.
ക്യാരക്ടർ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറയണായിരുന്നു. പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് താമസിക്കേണ്ടവരാകുമ്പോ അയ്യോ മോളെ, ഇതിപ്പോ നന്നായെന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ കുട്ടി മതിലയാടി, അതവിടെ തീർന്നു. കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂട്ടുകാരനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ അവൻ എന്റെ വീട്ടിലേക്ക് മതിലയാടാൻ തുടങ്ങും. എനിക്ക് പിന്നെ ഉറങ്ങാൻ പറ്റൂ? സെക്യൂരിറ്റി വെക്കാന്നൊക്കെ പറഞ്ഞാൽ മാസം 10,000-15,000 രൂപയുടെ ചെലവാ. ഒരു റിട്ടേൺസ് ഇല്ലാത്ത ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാ, ഈ ബിസിനസ്സിൽ ഞാൻ ഒരു 15 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ കേറ്ററിംഗ്, കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ്, അതിനൊക്കെ കൂടി. ആ നെക്ലസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അലമാരക്കകത്ത്. 4,32,015 രൂപയുടെ. പ്ലസ് 12% ടാക്സ് ഉണ്ട് കുട്ടി. ഏതായാലും അത് ഞാൻ ഇങ്ങ് എടുത്തിട്ടുണ്ട്. നാളെ തന്നെ അത് ആ ജ്വല്ലറി റിട്ടേൺ ചെയ്യാം. മാർക്കറ്റിൽ വില കയറി നിൽക്കുന്ന ടൈമാണേ. എന്നതാണേലും 15 ലക്ഷവും അതിന്റെ 9.9% ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയ എനിക്ക് പ്രശ്നമേ ഇല്ല. ഐ ആം ഹാപ്പി. അയാളുടെ മോന്ത കിട്ടി ഒരു കുത്തും കൂടി കൊടുത്തിട്ട് വരായിരുന്നില്ലേ? അതാര്? ഹലോ ഹലോ ഹലോ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലേ? ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആകെ ഒരു മുറിയുള്ളൂ. മുകളിൽ ഓണറാണ്. ആ പോർഷൻ ഓണർ ആർക്കോ റെന്റിന് കൊടുത്തേക്കുക. ആ റൂമിൽ ഇവര് കിടക്കട്ടെ, നമുക്കിവിടെ വിശാലമായ ഹാളല്ലേ. അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ കിടന്നോളാം അല്ലേ? അതൊരു കുഴപ്പമില്ലേ? അത് കുഴപ്പമാവും. അതൊക്കെ നമുക്ക് ശരിയാക്കാം. അയ്യോ ആദ്യം എനിക്കൊന്ന് ഫ്രഷ് ആവണം. ആ മതിലേലെ പൊടിയും എല്ലാം. അസുഖം എന്തെങ്കിലും ഉണ്ടോ? പ്രിയക്ക് ഒരു ചെറിയ അസുഖമുണ്ട്. ന്യൂക്ലിയർ ബോംബ് വീണ് കഴിഞ്ഞാലും പ്രിയക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കുറച്ച് പൊടി പറ്റിയ അല്ലെങ്കിൽ വെച്ച സാധനം അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുക, അത് സഹിക്കില്ല. ഇത്ര വൃത്തി കൂടിയ ഒരു ഭാര്യ ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയൊന്നും വീട്ടിലേക്ക് അടുക്കാറേ ഇല്ല. ഹലോ. നന്നായി അല്ലേ? അവരെ വിളിച്ചോ? ചെറി ടീഷർട്ട് കൊള്ളാലോ. സൂപ്പർമാൻ മാധവന്റെ. എന്റെ ഫസ്റ്റ് നൈറ്റ് എത്ര പെട്ടെന്നാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചെവിയായിട്ടൂടെ? അവിടെ ചെറി അവിടെ ചെന്ന് വിളിക്കോ? അവിടെ പോയി വിളിക്കണോ? കുഴപ്പമില്ല. മതി അഭിനയം മതി. കേക്ക് റെഡി, കേക്ക് റെഡി. വാ വാ വാ. കേക്ക് അതിനാണ്.